ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു. മാനസത്തിനാദി പൂണ്ടു ഖേദിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ജ്ഞാനി ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. സന്തോഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിനായ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസൻ കുടുംബം, ഇവിടെ അയക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചി, മറ്റെല്ലാ ദൈവവിശ്വാസികളും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് സൂമിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധമായ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം കേട്ടും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറായിട്ട്. പ്രത്യേകിച്ച് ഇന്ന് സൂമിൽ പ്രിയപ്പെട്ട അനീഷ ടൈറ്റസ് ഉള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ പ്രദേശത്ത് പ്രിയപ്പെട്ട സഹോദരിക്ക് വരുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. പ്രിയപ്പെട്ടതായ സഹോദരിയുടെ മാതാവും നമ്മുടെ മിനർവയുടെ സഹോദരിയാണ്. ഒത്തിരി വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ചു. പ്രിയപ്പെട്ട പിതാവ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ട സഹോദരിയുടെ പിതാവ് പ്രിയപ്പെട്ട സഹോദരിയുടെ വിവാഹത്തിന് മുമ്പേ തന്നെ ഈ ലോകം വിട്ടുപോയി. എങ്കിലും ദേശത്തിൻ്റെ മധ്യയിൽ ലജ്ജിക്കപ്പെടാതെ വിശ്വസ്തയോടെ മാതൃകയോടെയൊക്കെ ജീവിക്കുവാനും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനും അത് കഴിഞ്ഞ് ഇവിടെ സ്തോത്രം ഹല്ലേലൂയ അയർലൻഡിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരുവാൻ ദൈവം സഹായിച്ചു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. നിശ്ചയമായിട്ടും തുടർന്നും പ്രിയപ്പെട്ട സഹോദരിയോത്ത് പ്രാർത്ഥിക്കാൻ, കഴിയുന്ന ആളുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മാർഗ്ഗ ശബ്ദമുയർത്തി ദയവായി മൈക്കിലൂടെ വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഷാരോംപള്ളി ചർച്ചിൻ്റെതായ അല്ലെങ്കിൽ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ നാളുകളിൽ ഇന്ന് ഉച്ചയോടെ അവസാനിപ്പിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ആ ജനറൽ കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു യഥാസ്ഥാനപ്പെടുക എന്ന വിഷയം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു. അനേകം ദൈവദാസന്മാർ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങളെ അത് പ്രഘോഷിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അത് പലതും ഞങ്ങളും കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് ദൈവദാസന്മാരുടെ കേൾക്കുവാനിടയിൽ. വ്യത്യസ്തമായ ചിന്തകൾ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത അനേകം ചിന്തകൾ യഥാസ്ഥാനപ്പെടുക എന്ന വിഷയം സംബന്ധമായിട്ട് പ്രസംഗിക്കുവാനിടയിൽ. അതുപോലെ ഒരു ചേർന്നുള്ള വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നു. ഇവിടെയും പറയുന്ന ഭാഗമെന്ന് പറയുന്നത്, ഇവിടെ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു കഷ്ടതയിൽ, ജീവിതത്തിലെ കഷ്ടതയിൽ ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയമാണ് ഇന്ന് പകൽക്ക് അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗം ദൈവവചനങ്ങളെപ്പറ്റി ആഴമായിട്ട്, ദൈവാശ്രയത്തെപ്പറ്റിയും ദൈവവചനത്തിൻ്റെ അന്തസ്സും അതുപോലെ ദൈവത്തിലുള്ള കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെയായിരിക്കും, ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട അനേകം മെസ്സേജുകൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്തോത്രം കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടേതായ മെസ്സേജിൽ നിങ്ങൾ ഓർമ്മ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗവും അങ്ങനെ ഒരു വേദഭാഗം. അതിനകത്ത് നമ്മൾ ഈ 1 പത്രോസിൻ്റെ ലേഖനം
നമ്മൾ അതിനകത്ത് ഈ 5-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ ഈ കഷ്ടതയെപ്പറ്റി നമ്മൾ 1 അധ്യായം മുതൽ തന്നെ എല്ലാ അധ്യായവും 1 പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം മുതൽ എല്ലാ അധ്യായവും തന്നെ കഷ്ടതകളെ പറ്റിയുള്ള അനേകം കാര്യങ്ങൾ പഠിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായി ഞാൻ 2 പത്രോസിന്റെ ലേഖനം കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു പറഞ്ഞു. ആത്മീയപരമായിട്ടുള്ള ചില കഷ്ടതകളാണ് 2 പത്രോസിന്റെ ലേഖനത്തിലെങ്കിൽ 1 പത്രോസിന്റെ ലേഖനത്തിൽ ശാരീരികമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടതകളുടേതായ ആഴവും കഷ്ടതയിൽ എങ്ങനെ ദൈവമക്കളായിരിക്കണം എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ്. ദൈവസഭയോട് പറയുന്ന ഒരു ലേഖനമാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതപ്പെടുന്നത്. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായി. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: എന്നാൽ അല്പനേരത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലു ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും, ശക്തീകരിക്കും. നമ്മുടെ പ്രത്യേകിച്ച് ഈ കഷ്ടതയെ പറ്റിയുള്ളതായ 3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് 3 വിധമാകുന്ന സ്തോത്രം സാന്നിധ്യങ്ങൾ കഷ്ടതകളുടെ അകത്ത് ദൈവമക്കൾ അനുഭവിക്കുവാനിടയായിത്തീരും. ആ 3 സാന്നിധ്യവും ഈ 5-ാമത്തെ അധ്യായത്തിൽ കാണും. ഒന്ന്, പിതാവായ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ദൈവമക്കൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കരുത് ഒരു രോഗം, ബുദ്ധിമുട്ട്, ദുഃഖം, ദുരിതം, ഇത് മാത്രമല്ല. ഞാൻ പറയുന്നു ഒരു മനുഷ്യ ജീവിതം മുഴുവൻ കഷ്ടതയ്ക്ക് തുല്യമായി ദൈവവചനം പറയുന്നുണ്ട്. ഞാനതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓഫർ ചെയ്യുകയാണ്. ഒരു ദിവസം മുഴുവൻ കഷ്ടതയും മറ്റെല്ലാ ദിവസവും നന്മയും, അത് ഒരു തട്ടിൽ നിൽക്കുന്നു വിചാരിക്കും. ഒരു ദിവസം മാത്രം കഷ്ടത, മറ്റെല്ലാ ദിവസവും എന്താണ് നല്ല ജീവിതം. അതുപോലെ 2-ാമത്തെ തട്ടിൽ മറ്റെല്ലാ ദിവസവും കഷ്ടത, പക്ഷെ ഒരു ദിവസം മുഴുവൻ നല്ല സുഖിച്ചുകൊണ്ടുള്ള ജീവിതം. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഒരു ദിവസം സുഖം, മറ്റെല്ലാ ദിവസവും കഷ്ടത. പക്ഷേ മറ്റൊരു തട്ടിൽ അല്ലയോ സ്തോത്രം എല്ലാ ദിവസവും എന്താണ് നല്ല വളരെ കഷ്ടതയാണ്, ഒരു ദിവസം കഷ്ടത. ഏത് നമ്മൾ തിരഞ്ഞെടുക്കും? ഒരു ദിവസം കഷ്ടതയും മറ്റെല്ലാ ദിവസവും സുഖം. അങ്ങനെ നമുക്കൊരു വരം തരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കും അല്ലേ? നോർമൽ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തെന്തുവാ? നിത്യതയാണ്. ഇത് 80 100 വയസ്സോ അല്ല, ജീവിതകാലം മുഴുവൻ എന്താണ്? നിത്യത. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, അവിടെ പ്രാരംഭത്തിന് ഒരല്പനേരത്തെ കഷ്ടം എന്ന് പറഞ്ഞാൽ ഈ അല്പനേരം എന്ന് പറയുന്ന ഒരു ജീവിതകാലം മുഴുവനായിട്ട് ഇവിടെ പത്രോസ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അല്പനേരം എന്ന് പറഞ്ഞ 80 90 100 120 വർഷം ഒരു മനുഷ്യന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ 120 ആണ് ഏറ്റവും ടോപ്പ് ആയുസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 120 വർഷവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ നിത്യതയോൾ കർത്താവിനുള്ള സ്നേഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കർത്താവ് നമുക്ക് പ്രോമിസ് തന്നിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കണം, നമ്മുടെ മുമ്പിൽ അല്പകാല ജീവിതം എന്ന് പറയുന്നത് ഈ കഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഈ ജീവിതവും അനന്തരമായ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ജീവിതത്തിൽ സുഖത്തോടെ ജീവിച്ച് ദൈവഭയമില്ലാതെ ജീവിച്ച് നിത്യതയിൽ അല്ലെങ്കിൽ നരകതുല്യമായി നമുക്ക് ജീവൻ നയിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെ വളരെ കഷ്ടതയോടുകൂടെ, കഷ്ടതയ്ക്കകത്തും ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവസ്നേഹം അനുഭവിച്ച് വേണമെങ്കിൽ നിത്യതയിൽ നമുക്ക് സന്തോഷം പങ്കുകൊള്ളാം. ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇവിടെ പറയുന്നു, ഇവിടെ ഒരല്പനേരത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ നിത്യ തേജസ്സിൽ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അസ്ഥിരമായി പോകേണ്ട കാലഘട്ടമായിരിക്കാം ജീവിതം എന്ന് പറയുന്നത്. അസ്ഥിരപ്പെടുത്തുന്ന, സ്ഥിരതയല്ലാത്ത, ഒന്നും കൂടെ പറഞ്ഞാൽ യഥാസ്ഥാനപ്പെട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുടെ ദൈവജനം കടന്നു പോകാൻ സാധ്യതയുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഞൊടി നേരത്തെ, ഈ ചുരുങ്ങിയ നേരത്തെ കഷ്ടത അല്ലയോ സഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്ഥിരതയോടെ ഒരു അല്ലയോ സ്തോത്രം, ഇവിടെ പറയുന്ന വാക്ക് യാഥാസ്ഥിതിപ്പായി ഒരു യഥാസ്ഥാനപ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കഷ്ടത വേളയിൽ നമ്മൾ ഒരു ദൈവ പൈതൽ സംബന്ധിച്ച് ജീവിതത്തിൽ പലവിധമാകുന്ന ചെറിയതും വലുതുമായ കഷ്ടതകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പക്ഷേ
ഇതിനകത്ത് 3 വിധമാകുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പത്രോസ് അപ്പോസ്തലൻ തന്നെ 5-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് ഒന്നാമത്തത്, ദൈവത്തിൻ്റെ നമ്മൾ ദൈവമക്കൾ ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ റോൾ എന്താണ്? 5-ാം അധ്യായം തന്നെ 6-7 വാക്യം വായിച്ചേ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒരു കഷ്ടത വേളയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വാഗ്ദത്വവും വചനം എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ യഥാസ്ഥാനപ്പെടണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ തന്നെ അതിലൊരു വാക്ക് തുടങ്ങുകയാണ്, എന്നാൽ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഏത് വചനത്തിന്റെ ആരംഭത്തിൽ അതുകൊണ്ട് എന്നാൽ പ്രിയരെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു കഷ്ടത വേളയിൽ യഥാസ്ഥാനപ്പെടുവാൻ, ജീവിതകാലം മുഴുവൻ ഒരു ദൈവഭക്തനായി ജീവിക്കുവാൻ നിങ്ങളെ ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രതികൂലങ്ങൾ നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഒരു പക്ഷെ അനുഭവിച്ചാൽ നാളെ ഒരു പക്ഷെ എന്തായിരിക്കാം? വേദനയായിരിക്കാം. ചില വേദനകളിൽ സഹിച്ചു നിൽക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുമ്പോൾ അതിനകത്ത് നമ്മോട് കൂടെയുള്ള വലിയൊരു വാഗ്ദത്വവും ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇവിടെ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അടുത്ത വചനം, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. അത്രയും കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനെ ദൈവത്തിൻ്റെതായ പ്രോമിസ്, ദൈവത്തിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സകല ചിന്താകുലം നമ്മൾ എന്ത് ചെയ്താൽ മതി? കർത്താവിന്റെ കരം ഇട്ടുകൊടുത്താൽ മതി. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന കാര്യം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ചിന്തകളും ഭാരങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. എത്ര ദൈവവൈതൽ എന്ന് പറഞ്ഞാലും പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അത് വ്യക്തമായ ആത്മാവിൽ കണ്ടുകൊണ്ട് സഭയെ ഉറപ്പിക്കുന്ന വാഗ്ദത്തമാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ നിന്നെ അധൈര്യപ്പെടുത്തുന്ന, നിന്നെ ചഞ്ചലിപ്പിക്കുന്ന ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കടന്നു വരും, പല തോൽവികൾ കടന്നു വരും, വലിയ പരാജയങ്ങൾ കടന്നു വരും, പലവിധമായ രോഗങ്ങൾ കടന്നു വരും, പല പ്രയാസങ്ങളുടെ കടന്നു പോകേണ്ടി വരും, കൂടെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരിക്കുന്ന പല സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ ദൈവത്തിന് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് പരിശുദ്ധൻ പറയുന്നു, താങ്കളായിരിക്കുന്ന ഏത് അവസ്ഥയും ദൈവത്തിന് വിഷയമല്ല. പക്ഷേ നിനക്കൊരു വാഗ്ദത്തം ചെയ്ത് ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പലപ്പോഴും പ്രിയപ്പെട്ട മാതാവും പിതാവും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഓർക്കണം, നമുക്ക് അവർക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ലോകത്തിൽ അവർക്ക് ദൈവ പൈതലെ വളർത്തുവാൻ സാഹചര്യം പലതും ഇല്ലാതിരുന്ന സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവർ ദൈവത്തിനു വേണ്ടി മക്കളെ അതിനുവേണ്ടി വളർത്തിയപ്പോൾ, ഈ വേദപുസ്തകത്തെ കരങ്ങളിലെടുത്തു കൊടുത്തപ്പോൾ അവരറിഞ്ഞില്ല ഈ സത്യം എത്രത്തോളം അവരെ നയിക്കുമെന്ന് അവരറിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അറിഞ്ഞോ അറിയാതെയോ ഈ വേദപുസ്തകത്തെ മക്കളുടെ കരങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടോ, തലമുറകളുടെ മേൽ എടുത്തു കൊടുത്തിട്ടുണ്ടോ, അവരാരും പരാജയപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പരാജയം എന്ന വാക്കെന്ന് പലരും പറയുന്നു, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മരണങ്ങൾ, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ അതിനപ്പുറമായി അവർ ജീവിച്ചിരിക്കുന്ന കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു ഭാഗ്യം നൽകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്താ ഇതിനൊക്കെ വലിയ ഭാഗ്യം നൽകും? ഞാൻ പറഞ്ഞില്ല, അല്പകാലം ഈ ലോക ജീവിതം അല്പകാലം മാത്രമാണ്. ഈ അല്പകാല ജീവിതത്തിനിടയിൽ ഹല്ലേലൂയ, ഏതൊക്കെ പ്രയാസത്തിനിടയിലും മാതൃകയോടെ സമൂഹത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തലമുറകളെ ഓർത്ത് കരയുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവസന്നി കരങ്ങളിൽ ഈ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ തലമുറകളുടെ മേൽ ഈ ബൈബിളിനെടുത്ത് കൊടുത്തു നോക്ക്. നിശ്ചയമായി ഞാൻ പറയുന്നു,
ആ ദൈവം താങ്കളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ഏത് ഭാരത്തിലായിക്കൊള്ളട്ടെ, ഏത് നിരാശയിലായിക്കൊള്ളട്ടെ, നിന്റെ സകല ഭാരങ്ങൾ ചുമക്കുവാൻ ഞാൻ തയ്യാറാണ്. അതിനു വേണ്ടിയാണ് കാൽവരി ഗിരിമുകളിൽ ഇരു കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാണിമേ തകർക്കപ്പെട്ടത്. എന്റെ യേശുവിന്റെ സ്നേഹമാണ്. ഒരു മാതാവ് നിനക്ക് വേണ്ടി നൽകുവാൻ കഴിയാത്ത ഒരു അനുഭവം പോലെ, ഒരു പിതാവിന് തരുവാൻ കഴിയാത്തൊരു സ്നേഹം, സ്വന്തം മക്കൾക്ക് നൽകുവാൻ കഴിയാത്തൊരു സ്നേഹം എന്റെ യേശു നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പലരുമൊക്കെ അല്ലയോ സ്തോത്രം, അല്ലയോ ദേശത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ അപ്പനും അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ വെളുക്കുന്നതും രാവിലെയും രാത്രിയൊക്കെ ഈ ബൈബിളോട് നടക്കുന്നത്? കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ പോലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു, വലിയ നന്മയാണ്, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഇന്നും അവർ ദേശത്തിലും സഭയിലും കുഞ്ഞുങ്ങൾക്കും മാതൃകയോടെ ജീവിക്കുന്നതിന് കാരണം അന്ന് എടുത്ത ദൈവവചനമാണെങ്കിൽ അതിന് കാരണം എന്നറിയാമോ? അത് ഹല്ലേലൂയ, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഞാൻ പറയുന്നു, ഈ ഉയർച്ച എന്ന് പറയുന്നത് ദൈവം താങ്കൾക്ക് അനുവദിക്കപ്പെട്ടുള്ള എല്ലാ ഉയർച്ചകളും യേശുവിൻ്റെ നാമത്തിൽ അത് നിശ്ചയമായി അനുഭവിക്കുവാനിടയായിത്തീരും. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും താഴ്വരയിലൂടെ കടന്നുപോയേക്കാം. പക്ഷേ ദൈവം അനുവദിച്ച ഹല്ലേലൂയ ചില നന്മകൾ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ചില പരാജയം വരുമ്പോൾ പലപ്പോഴും വിചാരിക്കും ഞാൻ തകർന്നു പോയെന്ന്. പക്ഷേ ദൈവവചനം വ്യക്തമായി പറയുന്നു, ഒരു കഷ്ടത വേളയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്ന ഇതാണ്. ഹല്ലേലൂയ, തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള, അവൻ്റെ ബലമെന്ന് പറഞ്ഞാൽ നാം ആശ്രയിക്കുന്ന പലരുടെയും കരങ്ങൾ ബലമല്ല കേട്ടോ. നമ്മുടെ മാതാപിതാക്കളുടെ ബലം, അല്ലെങ്കിൽ കരങ്ങൾ ഒരു പക്ഷെ ബലമെന്ന് വിചാരിക്കാം, ഒരു പരിധിവരെ ഉണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ആ ബലം നഷ്ടപ്പെട്ടു പോയേക്കാം. എന്തിനേറെ ഒരു ഐസിക്കകത്ത് കയറിയാൽ എത്ര ഉയർന്ന ഹല്ലേലൂയ മാതാവും പിതാവെന്ന് പറഞ്ഞാലും അതിനകത്ത് കയറിയാൽ ഹല്ലേലൂയ ഒരു ബെഡ്ഷീറ്റ് മാത്രം ഹല്ലേലൂയ ദേഹത്ത് മൂടിയിട്ട് ഹല്ലേലൂയ ഏകാന്തനായി ഇരിക്കുമ്പോൾ സ്വന്തം അപ്പനോ മക്കളോ സഹോദരങ്ങളോ സഹോദരിയോ അകത്തേക്ക് കയറ്റിവിട്ടാൽ ഒന്നും മടിയിൽ കിടന്നുറങ്ങുവാൻ ആഗ്രഹിക്കുന്ന പല അനുഭവങ്ങൾ ഐസിക്കകത്തുണ്ട്. ഞാൻ പറയുന്നു, ഐസിക്കകത്തിരുന്നാലും ഞാൻ പറയുന്നു, എൻ്റെ ദൈവം അവിടെ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധർ പറയുന്ന കാര്യം, നിന്റെ ഏതവസ്ഥയ്ക്കകത്തും ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നാം ഓർക്കണം, ഇതൊന്നും ചുമ്മാ പറഞ്ഞു വിടുന്ന ഒരു സാക്ഷ്യമല്ല, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ കഷ്ടതവേളയിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് മാത്രമല്ല, അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലോ അവൻ്റെ മേലിട്ടുകൊള്ളു. ഇന്ന് പറയുന്നു, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങൾ ഇട്ടുകൊടുത്താൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഇന്ന് കേട്ടുകൊണ്ട് ഈ സൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മാതാവ് ഹല്ലേലൂയ RCCയിൽ അവസാനമായി ഒരു ഹല്ലേലൂയ സ്തോത്രം ഓപ്പറേഷൻ ഹല്ലേലൂയ സ്തോത്രം വിധേയമായി കിടക്കുന്ന ഒരു അനുഭവത്തിൽ ഹല്ലേലൂയ ആ ഓപ്പറേഷൻ്റെ സ്തോത്രം ആ വാതിക്കലിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനും അവിടെ ഇരിക്കുവാനിടയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി മിനർവയുടെ മൂത്ത സഹോദരിയാണ്. പക്ഷേ വളരെ വിശ്വസ്തയോടെ ദേശത്തിൽ മാതൃകയോടെ കുഞ്ഞുങ്ങളെയും ഏതു സമയത്തും പള്ളികളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നൊരു മാതാവാണ്. എന്നോടൊരു കരഞ്ഞു, അനിയ ഹല്ലേലൂയ, ഞാൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിച്ചൊരു മകളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞൊരു തെറ്റ് ചെയ്യുവാൻ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. മക്കളെ കർത്താവിലേക്ക് നടത്തുവാൻ കഴിയുന്നിടത്തോളം ഞാൻ ചെയ്തു. പക്ഷേ എന്തിനാ ഇങ്ങനൊരു വേദന ജീവിതത്തിൽ കടന്നു? ഞാൻ പ്രിയപ്പെട്ട സഹോദരിയോട് അവസാനം വളരെ വേദനയോട് കരഞ്ഞ് നിലവിളിച്ച് ഭയത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട സഹോദരിയോട് ഞാൻ ഒറ്റ കാര്യം, ഞാൻ ദൈവാത്മാവ് എനിക്ക് നൽകിയ ആലോചന പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി, ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിലാണ് താങ്കളെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ധൈര്യത്തോടെ ഓപ്പറേഷന് മുമ്പിൽ നമ്മൾ ധൈര്യമായി മുൻപോട്ട് പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ തലമുറകളുടെ
നന്മകൾ കാണുവാൻ ദൈവം ഭാഗ്യം നൽകുക തന്നെ ചെയ്യും. ഇന്ന് അനുഭവിക്കുന്ന വേദന അത് നന്മയ്ക്കായി മാത്രം അതേ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞപ്പോൾ അന്ന് അറിഞ്ഞില്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു പരിധിവരെ ആ സ്നേഹത്തിൻ്റെ ആ വാക്കുകൾ നിമിത്തം ആ ഓപ്പറേഷന് നന്നായി അല്ലെങ്കിൽ അകത്ത് കയറി വിധേയനായി പുറത്തിറങ്ങി സന്തോഷത്തോടെ കടന്നു വന്നു. ഇന്ന് ആ മാതാവ് ദേശത്തിനകത്ത് വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ തന്നെ 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളുണ്ട്. 2 പെൺകുഞ്ഞുങ്ങളെയും ഏറ്റവും നല്ല മാന്യമായി അല്ലെങ്കിൽ ദേശത്തിൽ ഹല്ലേലൂയ നല്ല സാക്ഷ്യമുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല മക്കളായി തന്നെ മരുമക്കളെ ദൈവം കൊടുത്തു. അതാണ് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു പരിധിവരെ പെൺകുട്ടികളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ ചില വേദനകൾ കടന്നു വന്നാൽ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ കടന്നു വന്ന് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരി അനുഭവിച്ച ആ വിഷമത്തിനിടയിൽ അതിൽ വിശ്വസ്തയോടെ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ ഹല്ലേലൂയ ജീവിതകാലങ്ങൾ കാലചക്രങ്ങൾ കഴിഞ്ഞപ്പോഴും അവരുടെ മക്കളെ ദൈവം ഹല്ലേലൂയ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അനേകം പേർ എഴുതിയിട്ടും നടക്കാതിരിക്കുന്ന അതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പല പരാജയങ്ങൾ കടന്നു വന്നപ്പോൾ തന്നെ അവരുടെ 2 മക്കളെയും ഏറ്റവും നല്ല മക്കളായി ഏറ്റവും നല്ല യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള കുടുംബങ്ങളിൽ പ്രവേശിക്കുന്ന ഭാഗ്യം കൊടുക്കുക മാത്രമല്ല ഈ രാജ്യത്ത് ഒരു ഭാഗ്യം കൊടുത്തുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ചില കുടുംബത്തിനകത്ത് വരുന്ന ചില വേദനകൾ ഉൾപ്പെടെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി സമർപ്പിതനായി ഒന്ന് കൊടുത്താൽ മതി. വരും കാലങ്ങളിൽ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് നിശ്ചയമായി വെളിപ്പെടുത്തുന്ന നാളുകൾ അതിവിദൂരമല്ല. ആഗ്രഹിക്കുന്ന ഭാവികൾ, ആഗ്രഹിക്കുന്ന കുടുംബജീവിതം, ആഗ്രഹിക്കുന്ന ആരോഗ്യം, ആഗ്രഹിക്കുന്ന ജീവിത നന്മകൾ പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ച സകല നന്മകളും ഒരു പിശാച് നിന്റെ മേൽ തൊടുവാൻ അധികാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട എല്ലാവരും പറയാൻ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം എന്താണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി, ആരാ? കർത്താവായ ദൈവം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ റോളുണ്ട്, ഒരാളും കൂടെ ഇതിനിടയിൽ വരും. ആരാന്നറിയാമോ? അടുത്ത വാക്യം വായിച്ചേ, 8-ാം വാക്യം. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ ഓർക്കണം, പിശാചിനും മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. ദൈവമക്കളുടെ പല തന്ത്രങ്ങൾ എന്ത് ചെയ്യും? മെനഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന് മുൻപേ നാം ഓർക്കണം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ പറയുന്നു, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടും തിരഞ്ചുറ്റി നടക്കുന്നു. ഇതൊക്കെ പിശാചിന്റെ പദ്ധതിയാണെങ്കിലും അടുത്ത വാക്യം പ്രധാനപ്പെട്ട വാക്യമാണ്. നമ്മുടെ അവിടത്തെ ആ ഒരു വിശ്വസ്തയോടെ നിൽക്കേണ്ട ഒരു കാഴ്ചപ്പാട്, ദൈവമക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? അടുത്ത വാക്യം 10-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ അല്പകാലത്തേക്ക്, 9-ാം വാക്യം കൂടെ ദയവായിട്ട്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന്, ഒരിക്കൽ ദൈവത്തിൻ്റെതായ ഒരു ദൈവ മനുഷ്യൻ കഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയെന്ന് മനസ്സിലാക്കി, പിശാചിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം വ്യക്തമായി പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. മൂന്നാമത്തെ ഒരു ഭാഗം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? നമ്മൾ ഉണർന്നിരുന്ന് നിർമ്മതരായിരുന്ന് ദൈവസന്നി വിശ്വസ്തയോടെ മാത്രം ഇരുന്നാൽ മതി. ബാക്കി ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാനിടയിൽ തരും. ഒരു നിമിഷം കണ്ണുകൾ ഇവിടെ നമുക്ക് എല്ലാ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഒരല്പ നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ സ്ഥിരതയുള്ളവരായി. ഹല്ലേലൂയ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തും ദൈവം. ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന വേദനകളിലൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായിരിക്കാം, കടന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മ ഒരുപക്ഷെ ഒരു വേദന കഴിയുമ്പോൾ അടുത്ത വേദന,
ഒരു പ്രയാസം കഴിയുമ്പോൾ അടുത്തൊരു പ്രയാസം. എന്താ കാരണം എന്നറിയാമോ? ഈ ലോക ജീവിതം മുഴുവൻ പറയുന്നു ഞൊടി നേരത്തേക്കുള്ള കഷ്ടം. ഈ ലോകത്തിൽ നന്മകൾ അനുഭവിക്കാം, തിന്മകൾ അനുഭവിക്കാം. പക്ഷേ രണ്ട് കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒന്ന്, ഹല്ലേലൂയ, ദൈവത്തിന് താങ്കളെ കുറിച്ചുള്ള പദ്ധതി എന്താണ്, ദൈവത്തിന്റെ കരുതൽ എന്താണ്, ദൈവത്തിന്റെ ആശ്രയം എന്താണ്, നിങ്ങൾ എത്രത്തോളം ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ പിശാചും ഒരു സൈഡിൽ നിനക്കെതിരായി ഒളിയമ്പുകൾ പെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെയും നാം വിശ്വസ്തയോടെ നിന്ന് ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായി അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ സകല ചിന്താവും അവന്റെ മേലിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയമുള്ളവരായിരിക്കുക. ദൈവം നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ശത്രുവിന്റെ ചില ഒളിയമ്പുകൾ കൊണ്ട് തകർന്നടിയുന്ന ജീവിതമാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വേദന, ഒരുപക്ഷെ ഞാനൊരു നന്മ അനുഭവിച്ചു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതിനകത്തും പ്രയാസം, അതിനകത്തും വേദന, ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നാലും ഞാൻ പറയുന്നു, ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു ധീരാളിയായി നിൽക്കുന്ന ഒരു പടജനത്തെ നയിക്കുവാനുള്ള ഒരു കുതിരയെ പോലെ എന്റെ ദൈവം താങ്കളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ ഈ യുദ്ധക്കളത്തിനകത്ത് ദൈവ സാന്നിധ്യം തിരിഞ്ഞു പോകരുത്, ദൈവ സാന്നിധ്യം മറന്നു പോകാതെ ദൈവസ്ഥന് വിശ്വസ്ത നിൽക്കുക. ദൈവം നമ്മെ അന്ത്യത്തോളം വഴി നടത്തും. ഈ ലോക ജീവിതം കഷ്ടതയുള്ളതായിരിക്കാം, വേദനയുള്ളതായിരിക്കാം. ഒന്നിക്കുമേത് വേദനകൾ കർത്താവേ, ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ നിലവിളിച്ചിട്ടും കർത്താവേ ഇതിനകത്ത് പരിഹാരമില്ല ചോദിക്കുന്ന പല ചോദ്യങ്ങൾ താങ്കളുടെ മനസ്സിനകത്ത് ഓടിക്കൊണ്ടിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു. യഥാസ്ഥാനപ്പെടും ദൈവത്തിനു മുമ്പാകെ ആശ്രയി ദൈവത്തിന് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മകൾക്കായി സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വചനത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് തന്ന വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. ജീവിതത്തിൽ കർത്താവ് എത്ര പ്രയാസങ്ങൾ വന്നാലും, ഏതൊക്കെ തോൽവികൾ വന്നാലും, ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ഏതൊക്കെ പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും എൻ്റെ അപ്പൻ അറിയാതെ സംഭവിക്കുന്നില്ല മനസ്സിലാക്കി ദൈവസന്നിധിയമേ, ഈ ചുരുങ്ങിയ നിമിഷത്തെ വേദനകൾ, കഷ്ടതയുടെ മുമ്പിൽ കർത്താവ് ഞങ്ങളുടെ ആത്മീയ ജീവിതം ഒരിക്കലും തള്ളിക്കളയാതെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ജീവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കായി സ്തോത്രം. ഞങ്ങൾ സഭ ഒന്നടങ്കമായി ഒന്നുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. ആശീർവാദ ദൈവദാസൻ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരണമേ. സന്തോഷത്തോടെ പോകുക. കർത്താവ് എല്ലാവരും സഹായിക്കുമാണ്. താങ്ക് യു.